പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് മെസ്സേജ് കമൻറ്റ് കാര്യങ്ങളായിട്ടും അതുപോലെ തന്നെ വാട്സാപ്പിലും മെയിൽ വഴിയൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് പേര് കുറേ അഭിപ്രായങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചോദിച്ചേക്കുന്ന കാര്യങ്ങൾ. തീർച്ചയായിട്ടും അത് മനസ്സിലാക്കിയിരിക്കണം, അത് അറിഞ്ഞിരിക്കണം. കാരണം വെച്ചാൽ ഇത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. കാരണം ഇത് അറിയാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പം തുടങ്ങി വെച്ചിരിക്കുന്ന ആ ഒരു കച്ചവടത്തിന് തീർച്ചയായിട്ടും അത് ബാധിക്കാനായിട്ട് വളരെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളിത് സ്കിപ്പ് ചെയ്യരുത്, പരമാവധി നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് പേര് ഈ പറഞ്ഞതുപോലെ വീഡിയോ കണ്ടിട്ട് സ്വന്തമായിട്ട് ഇതുപോലെ തേയില കുറേശ്ശെ ചെറിയ തോതിൽ അവർ തേയില എടുത്തിട്ട് അവർ വിൽപ്പന തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വിൽപ്പന തുടങ്ങി അവർക്ക് ഈ പറഞ്ഞതുപോലെ ആഴ്ചയിൽ നന്നായിട്ട് ഈ പറഞ്ഞതുപോലെ സെയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ 10 കിലോയിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 35-40 കിലോ വരെയും എടുക്കുന്ന കുറച്ച് ദിവസം ആയുള്ളവർ തുടങ്ങിയിട്ട്. പക്ഷെ അപ്പം തന്നെ അവർക്ക് ഈ പറഞ്ഞതുപോലെ ഒരുപാട് ക്വാണ്ടിറ്റി അവർക്ക് ഈ പറഞ്ഞതുപോലെ ചിലവാകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് മെയിനായിട്ടുള്ള ഈ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറേ പേര് നമ്മുടെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ വിലയിൽ പ്രശ്നം പറയുന്നത് എന്നുള്ളതാണ്. കുറച്ച് കടക്കാർ, അതായത് എല്ലാ കടക്കാരൊന്നും അങ്ങനെ പറയുന്നില്ലെങ്കിലും കുറച്ച് കടയിലുള്ള അവർ ഈ തേയില കൊടുക്കാൻ വേണ്ടി ചെല്ലുമ്പോഴത്തേക്ക് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വില, അതായത് ഒരു 170 രൂപ ആവറേജ് വില അവർ പറയുമ്പോഴത്തേക്കും പറയണം അതിൽ കുറച്ച് ഞങ്ങൾക്ക് തേയില കിട്ടാനുണ്ട്, അല്ലെങ്കിൽ അതിൽ കുറച്ച് തേയില കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള കടകളിൽ കൊടുക്കാൻ പറ്റുന്നില്ല, അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചായിരുന്നു. അപ്പോൾ ഇതിനകത്തുള്ള ഒരു സൊല്യൂഷൻ ഞാനത് മെയിനായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അറിഞ്ഞിരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ തുടക്കക്കാരാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 10 കിലോ തേയില എടുത്തു, അത് നമ്മളിപ്പോൾ എല്ലാ കടക്കാർക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ ആ നിങ്ങൾ എടുക്കുന്നത് ഇപ്പോൾ 160 രൂപയ്ക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ഈ 170 രൂപയ്ക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു റേഞ്ചിൽ 170 രൂപ റേഞ്ചിൽ എടുക്കാൻ ചിലപ്പോൾ എല്ലാ കടക്കാരും എടുത്തോളണമെന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏത് കമ്പനിയുടെ തേയിലയാണ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സൂര്യനെല്ലിയുടെ തേയില എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്പർ 1 ടോപ്പ് തേയിലയായിട്ട് നിൽക്കുന്നതാണ് സൂര്യനെല്ലിയുടെ തേയില എന്ന് പറയുന്നത്. മയൂരയുടെ തേയില, AVT, കണ്ണന്തേവൻ അങ്ങനെ ഉണ്ട്. അപ്പോൾ സൂര്യനെല്ലിയുടെ ഈ ഒരു ടോപ്പ് തേയില, അപ്പോൾ ഈ സൂര്യനെല്ലി എന്ന് പറയുന്നത് കമ്പനി തേയില എന്ന് പറയുന്നത് അവരുടെ കമ്പനി എന്ന് പറയുന്നത് ഹാരിസൺസ് മലയാളം ലിമിറ്റഡിന്റെ കമ്പനിയാണ് ഈ സൂര്യനെല്ലി എന്ന് പറയുന്ന തേയില വരുന്നത്. അപ്പോൾ ഈ സൂര്യനെല്ലി തേയില അവർക്ക് എടുത്തിട്ട് ആ കടയിൽ കൊടുക്കുമ്പോഴത്തേക്കും വിലയുടെ പ്രശ്നം കൊണ്ട് പോകുന്നില്ലെങ്കിൽ, അങ്ങനെ വലിയ താത്തി വിലയ്ക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ സെയിം ഈ ഹാരിസൺസ് മലയാളം ലിമിറ്റഡ് കമ്പനിക്കാരുടെ തന്നെ സൂര്യ എന്ന് പറഞ്ഞ തേയില വരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം വീഡിയോസ് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ വീഡിയോസ് എടുത്ത് നോക്കാവുന്നതാണ്. സൂര്യ എന്ന് പറഞ്ഞാൽ ഈ ഹാരിസൺസ് മലയാളത്തിൻ്റെ അവരുടെ തന്നെ സെയിം സൂര്യ എന്ന് പറഞ്ഞ ബ്രാൻഡിലുള്ള തേയില കിട്ടും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചിലപ്പോൾ ഒരു 120-130 റേഞ്ചിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് 150 രൂപയ്ക്ക് അവർക്ക് കൊടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് അവിടെ ഒരു 20 രൂപ അവിടെ നിങ്ങൾക്ക് ആ ഒരു കിലോയുടെ പുറത്ത് നിങ്ങൾക്ക് 20 രൂപ വെച്ച് നിങ്ങൾക്ക് ലാഭം കിട്ടുകയും ചെയ്യും. അപ്പം ഇനി അതല്ല വിലയിൽ പ്രശ്നമില്ല, നിങ്ങളോട് പറയുന്നുണ്ട് വില എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നല്ല ക്വാളിറ്റി കിട്ടണം, നമുക്ക് ഏറ്റവും കൂടിയ തേയില വേണമെന്ന് പറയണവരുണ്ട്. അങ്ങനെ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് സൂര്യയിൽ കൊടുക്കാം, അല്ലെങ്കിൽ മയൂര കൊടുക്കാം, കണ്ണൻദേവൻ്റെ തന്നെ ഒരുപാട്. അപ്പം ഈ സൂര്യനെല്ലിയുടെ എന്ന് പറയുമ്പോഴത്തേക്കും കുറഞ്ഞ സൂര്യ എന്ന് പറയുന്നുണ്ട്, അച്ചൂർ എന്ന് പറയുന്നുണ്ട്, ഇതൊക്കെ സൂര്യയുടെ തന്നെയാണ്. ഈ ഹാരിസൺസ് മലയാളം കമ്പനിയുടെ തന്നെയാണ് ഈ സൂര്യ, അച്ചൂർ, സൂര്യനെല്ലി എന്നൊക്കെ പറഞ്ഞ തേയില. അതുപോലെ മയൂരയുടെ ഇപ്പം നിങ്ങൾ മയൂര കൊടുക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ എടുക്കുന്നത് മയൂരാണ്. അപ്പം മയൂര കൊടുത്തിട്ട് മയൂര അവർ ഈ പറഞ്ഞതുപോലെ പറയുകയാണ് മയൂരയുടെ തേയില അത്രയും വിലയ്ക്ക് നമുക്ക് ഇവിടെ പോകത്തില്ലെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സെക്കൻഡ് തന്നെയുണ്ട്. കാരണം മുരുകപ്പ, പാരി അഗ്രോ മുരുകപ്പ ഗ്രൂപ്പുകാരുടെ സെയിം തേയിലയാണ് ഈ പറഞ്ഞ പോലെ മയൂരയും അത്തിക്കുന്നും. അങ്ങനെ ഒരുപാട് പേരുകളിലുള്ള തേയിലയുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ്, കടമ്പനുണ്ട്, ഷെയ്ക്കിൽ മുടിയുണ്ട്, ഒരുപാട് പേരുകളിൽ ഈ പാരി മുരുകപ്പ ഗ്രൂപ്പുകാരുടെ തേയില ഇറങ്ങുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ നിങ്ങൾക്ക് അത്തിക്കുന്ന് എടുക്കാം. അത്തിക്കുന്ന് ആകുമ്പോഴത്തേക്കുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് തേയില കൊടുക്കാൻ പറ്റും. കാരണം അതും ഈ പറഞ്ഞ പോലെ ഒരു 130, 120 ആ റേഞ്ചിൽ നിങ്ങൾക്ക് ആ ഒരു തേയിലയും കിട്ടും. അപ്പോൾ ആ ഒരു തേയില നിങ്ങൾ ആ ഒരു വിലയ്ക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ 150 രൂപ കൊടുത്താലും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ 10-20 രൂപ വെച്ച് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കിട്ടുന്ന ഒരു ഗുണമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് കട നഷ്ടപ്പെടുത്തൂല. അപ്പോൾ തുടക്കക്കാരാണെങ്കിൽ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം 10 കിലോ എടുത്തു. സെയിം ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഇപ്പോൾ ഒരു കടയിൽ നമ്മൾ ആദ്യം ഒരു തേയില കൊടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അവർക്ക് നിങ്ങളുടെ തേയില നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ ആ ഒരു ബ്രാൻഡ് മാറാതെ അത് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം അവർ വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും പറയുന്നില്ല, വില പ്രശ്നമൊന്നും പറയുന്നില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ബ്രാൻഡ് തന്നെ സ്ഥിരമായിട്ട് കൊടുക്കാൻ നോക്കുക. അല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരു കാരണവശാലും ചേഞ്ച് ചെയ്ത് തേയില കൊടുക്കരുത്. കാരണം അതിന് അവരുടെ ഒരു ടേസ്റ്റിൽ അവർ ആ ഒരു ചായ
ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആളുകൾ വന്നിട്ട് പെട്ടെന്ന് അഭിപ്രായ വ്യത്യാസം പറയും. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയ തേയില അത്ര പോരായിരുന്നു എന്നുള്ളത് പറയും. അങ്ങനെ വരുമ്പോഴത്തേക്കും അത് നിങ്ങൾക്ക് അവർ നിങ്ങളോട് വന്നിട്ട് പറയും അത് കഴിഞ്ഞ പ്രാവശ്യം വെച്ച തേയില വേറെ ആയിരുന്നു, അതെന്തോ ആളുകൾ വന്ന് പറഞ്ഞു, അങ്ങനെ ഒരു പറച്ചിലിട. അപ്പം പരമാവധി പ്രശ്നമില്ലാത്ത കടകളിൽ നിങ്ങൾ ഈ ഒരു ഇത് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. വില കുറഞ്ഞത് എടുക്കുക. 10 കിലോ എടുക്കുമ്പോഴത്തേക്കും 10 കിലോ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ മയൂര 10 കിലോ എടുക്കുകയാണെങ്കിൽ 10 കിലോ അത്തിക്കുന്ന നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 20 കിലോ. അപ്പോൾ വില കൂടുതൽ കുഴപ്പമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് നിങ്ങൾ മയൂര കൊടുക്കുക. അതല്ല വില കുറച്ച് വേണമെന്ന് പറയുന്നവരാണെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ഉടനെ തന്നെ ഈ അത്തിക്കുന്ന് എന്ന് പറഞ്ഞ തേയിലയിൽ നിന്ന് തന്നെ എടുത്ത് കൊടുക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്കും ക്വാണ്ടിറ്റി കൂടി 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 വരും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കടകളാവും, അതുപോലെ ഒരുപാട് സപ്ലൈ ആവും. പിന്നെ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന കമൻറ്റിലൂടെ ചോദിച്ചതാണ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു താല്പര്യമുണ്ട്, പക്ഷേ ഈ പറഞ്ഞതുപോലെ അതിനുള്ള ക്യാപിറ്റൽ അവരുടെ കയ്യിൽ ഇല്ലെന്നുള്ളത്. ഞാൻ പറയുന്നത് ഒരു ചെറിയ തോതിൽ, ആ സഹോദരി അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ പറയുന്നത് ചെറിയ തോതിൽ നമുക്ക് ആദ്യം തുടങ്ങുക. ആ തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾ അത് റെഗുലറായിട്ട് അതിങ്ങനെ ചെയ്ത് അവിടെ നിന്ന് ഈ പറഞ്ഞതുപോലെ തേയില സ്ഥിരമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു ഹോൾസെയിൽ കടയിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തേയില സ്ഥിരമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ തന്നെ നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ കൂടുതൽ തേയില വേണോ, 2 ബോക്സ് വേണോ എന്നൊക്കെ ഉള്ളത് അവർ നിങ്ങളോട് ചോദിക്കും. കാരണം വെച്ചാൽ നിങ്ങളും അവരുമായിട്ടുള്ള ആ ഒരു ഡീലിംഗ് കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഈ പറഞ്ഞതുപോലെ ബിൽ ടു ബില്ലായിട്ട് ഞങ്ങൾ തേയില തരാൻ തയ്യാറാണ്, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. അങ്ങനെ എടുത്തിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ ആ പേയ്മെൻറ്റ് തേയില തീരുമ്പോഴനുസരിച്ച് ആ പേയ്മെൻറ്റ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് പുതിയത് നിങ്ങൾ എടുക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒത്തിരി കച്ചവടത്തിലേക്ക് നിങ്ങൾ വളരും. അതാണ് ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരേ ഒരു ഇപ്പോൾ വിലയുടെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ മെയിനായിട്ട് ചെയ്യുന്നത്. ഇങ്ങനെ വിലയുടെ ഒരു പ്രശ്നം പറയുകയാണെങ്കിൽ രണ്ടും നിങ്ങളപ്പോൾ 10 കിലോ വെച്ച് എടുത്തു വെക്കുക. അപ്പോൾ വില പ്രശ്നമുള്ളവർക്ക് അത് കൊടുക്കാം, സൂര്യ കൊടുക്കാം, അതല്ലെങ്കിൽ വിലയുടെ പ്രശ്നമില്ലാത്തവർക്ക് നിങ്ങൾക്ക് മയൂര കൊടുക്കാം. ഇതെല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള തേയിലയാണ് ഞാൻ നിങ്ങൾ ഈ വീഡിയോകളിലെല്ലാം അവതരിപ്പിച്ചിരിക്കുന്നത്. ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എല്ലാം കമ്പനിയുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള തേയിലിനെ കുറിച്ചുള്ളതാണ് നമ്മൾ മെയിനായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതോട് തന്നെ ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് ഇപ്പോൾ ഈ തേയില തുടങ്ങിയിട്ട് അവർക്ക് ഈ പറഞ്ഞതുപോലെ ഒരു എന്താ പറയുക ഒരു ജോലിയായിട്ട് അവർക്ക് ഇത് മാറിയിട്ടുണ്ട്. ഒരു ജോലി പോലെ പലർക്കും ഈ പറഞ്ഞ പോലെ സൈഡ് ബിസിനസ് ആയിട്ട് അവർ ചെയ്യുന്നുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ വലിയ ഹൈറ്റ്സിലേക്ക് എത്തും എന്നുള്ളതാണ് നമ്മുടെയും ആ ഒരു പ്രാർത്ഥനയും നമ്മുടെ ആ ഒരു വിശ്വാസം അത് തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇതിനകത്ത് ഇറങ്ങി തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് 100% ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളത് ഡെഫിനറ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യണം. പിന്നെ അതോടൊപ്പം ഈ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ പോലെ കാണും, അത് എനേബിൾ ആക്കി വെച്ചെങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് വരത്തുള്ളൂ. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ഞാൻ ഈ പുതിയ എനിക്കറിയാവുന്ന കാര്യങ്ങൾ, ഇപ്പോൾ പുതിയതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഈ തേയിലയെ കുറിച്ചൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് എനിക്കറിയാവുന്ന പോലെ ഞാൻ ഈ വീഡിയോസായിട്ട് ഞാനിവിടെ അവതരിപ്പിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബെല്ലൈക്കൺ നിങ്ങൾ ഓൾ എനേബിൾ ആക്കി വെച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് വരത്തുള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും ബൈ.